അരുൺ, ഏറ്റവും പ്രധാനമായി ഇന്ന് ഈ മണ്ണിൽ പൊതിഞ്ഞ മൃതദേഹങ്ങളൊക്കെ കണ്ടെത്താനായി ഡൽഹിയിൽ നിന്നും ഡ്രോൺ ബേസ്ഡ് റഡാർ എത്തിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു. അതോടൊപ്പം തന്നെ ഈ തമിഴ്നാട്ടിൽ നിന്നും 4 കാടാവർ നായകൾ കൂടി വയനാട്ടിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്നു. ഇതൊക്കെ ഇന്ന് തിരച്ചിലിന് വേഗം കൂടും എന്നതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇന്നലെ വരെ ഉണ്ടായിരുന്ന പോലെയല്ല, കുറച്ചും കൂടെ ആസൂത്രണത്തോടുകൂടിയുള്ള തിരച്ചിൽ ഉണ്ടാകുമെന്നതിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നുണ്ട്. ഈ യന്ത്രങ്ങളൊക്കെ എത്ര വേഗം എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം ഈ നായകൾ എപ്പോഴത്തേക്ക് എത്തുമെന്നാണ് അറിയാൻ സാധിച്ചത് അരുൺ? ഉച്ചയോടുകൂടി ഇതെല്ലാം ഇവിടെ എത്തിക്കാനാണ് ശ്രമം നടക്കുന്നത്. മാത്രവുമല്ല, ഈ ഡ്രോൺ ബേസ് ചെയ്തുകൊണ്ടുള്ള പ്രത്യേക സംവിധാനങ്ങളും അതായത് ഈ മണ്ണിനടിയിലും മറ്റും ശരീരങ്ങൾ ഉണ്ടെങ്കിൽ അത് കണ്ടെത്താനുള്ള ചില സംവിധാനങ്ങളും ഇന്ന് ഡൽഹിയിൽ എത്തിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരം ചേർന്ന അവലോകന മന്ത്രിസഭാ ഉപസമിതിയാണ് ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത്. റവന്യൂ മന്ത്രി കെ രാജന്റെ അധ്യക്ഷതയിലുള്ള 4-അംഗ സമിതി, ആ സമിതിയാണ് ഇവിടെ കാര്യങ്ങൾ കൃത്യമായി ഏകോപിപ്പിക്കാൻ മുഖ്യമന്ത്രി അവരെയാണ് ചുമതലപ്പെടുത്തിയത്. ആ സമിതി ഇന്നലെ ആദ്യ യോഗം ചേർന്നാണ് നിർണായകമായ തീരുമാനങ്ങൾ എടുത്തത്. അവർ പറഞ്ഞതനുസരിച്ച് ഉച്ചയോടുകൂടി ഇത്തരം എല്ലാ സംവിധാനങ്ങളും ഇവിടേക്ക് എത്തിക്കാനാണ് ശ്രമിക്കുന്നത്. കൂടുതൽ സേനയുടെ കൂടുതൽ സഹായം സംവിധാനങ്ങൾ വേണമെങ്കിൽ അതെത്തിക്കാനും തയ്യാറാണെന്ന് നേരത്തെ തന്നെ സേനാ വിഭാഗങ്ങൾ അറിയിച്ചിരുന്നു. കേന്ദ്ര സർക്കാർ കേന്ദ്രങ്ങൾ അറിയിച്ചിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ അടക്കമുള്ള കാര്യം വ്യക്തമാക്കിയതാണ്. ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിന്റെ ഒരു പുരോഗതി വിലയിരുത്തിയ ശേഷമാകും കൂടുതൽ സന്നാഹങ്ങൾ, കൂടുതൽ സജ്ജീകരണങ്ങൾ കൊണ്ടുവരുന്നതിനെപ്പറ്റി ആലോചിക്കുന്നത്. ആർമി വിഭാഗങ്ങൾ, ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾ പൂർണ്ണമായും ഇത്തരത്തിൽ അവസാനിക്കുന്നവരെ തുടരുമെന്ന ഒരു വിലയിരുത്തലാണ്, അഭിപ്രായമാണ്, അല്ലെങ്കിൽ ആ ഒരു ഉറപ്പാണ് ഇപ്പോൾ സർക്കാർ നൽകിയിരിക്കുന്നത്. അവരെ കേന്ദ്രീകരിച്ച് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനം മുന്നോട്ട് പോകുന്നത്. കേരള പോലീസും കേരള ഫയർഫോഴ്സും അതുപോലെ തന്നെ NDRF ഉൾപ്പെടെയുള്ള സേനകളും ഉണ്ടെങ്കിലും പൂർണ്ണമായും ഇതിന്റെ നിയന്ത്രണം, ഇതിന്റെ ഏകോപനം ഇന്ത്യൻ സേനാ വിഭാഗങ്ങൾക്കാണ്. ആർമിയും നേവിയും കോസ്റ്റ് ഗാർഡും അതുപോലെ തന്നെ വായുസേനയും ഉൾപ്പെടെയുള്ള സേനാ വിഭാഗങ്ങൾക്കാണ്. ഇന്നത്തെ തിരച്ചിൽ പോലും കോസ്റ്റ് ഗാർഡിന് ഉന്നത വിദഗ്ധർക്ക് നിർണായകമായ റോളുണ്ട്, അവരുടെ പങ്കുണ്ട്, അവരുടെ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് ഉണ്ടാകും. അത്തരത്തിൽ സേനകളെ എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ട് ശാസ്ത്രീയവും അതുപോലെ തന്നെ കഴിയുന്നത്ര വേഗത്തിലുമുള്ള ഒരു രക്ഷാ ദൌത്യമാണ് ഇനിയുള്ള ദിവസം. ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം പറയാൻ കാരണം ഈ ബേരിപ്പാലം വരുന്നതോടുകൂടി ഈ തെരച്ചിൽ നടപടികൾ രക്ഷാദൌത്യത്തിന് ഒരു വേഗം ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കപ്പെടുന്നു. ഇന്നുകൊണ്ടും അല്ലെങ്കിൽ നാളെ കൊണ്ടുമെന്നും അവസാനിക്കുന്ന രക്ഷാപ്രവർത്തനം ആകുമെന്ന് ഈ ഘട്ടത്തിൽ കരുതാൻ വയ്യെങ്കിലും പരമാവധി വേഗത്തിൽ പൂർത്തിയാക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത്. അതിനുശേഷമാകും ഇവരുടെ പുനരധിവാസം. നമുക്കറിയാം, ക്യാമ്പുകളിൽ നിരവധി ആളുകളുണ്ട്. ക്യാമ്പുകളിൽ കിടക്കുന്ന ആളുകൾ പലരും അവരുടെ ഉറ്റവരെ ഉടയവരെ കാണാതെ വിഷമിക്കുന്ന ആളുകളാണ്. അവർക്ക് എന്തു പറ്റിയെന്ന ആശങ്കയോടുകൂടി ജീവിക്കുന്നവരാണ്. അവർ തിരിച്ചു വരണമെന്ന് ഓരോ നിമിഷവും പ്രാർത്ഥിക്കുന്നവരാണ്. പക്ഷേ എങ്ങനെ അവരെ കണ്ടെത്തും? അത് വലിയൊരു വെല്ലുവിളിയായി നിൽക്കുന്നു. ഒരു നാട് തന്നെ ഒന്നടങ്കം 2 പട്ടണങ്ങൾ ഏറെക്കുറെ പൂർണ്ണമായും ഇല്ലാതായ ഒരു ദുരന്തമാണ്. അതിനെ അതിജീവിക്കാനുള്ള ശ്രമത്തിലാണ് ഈ നാട്ടുകാർ. അവർക്കൊപ്പം കേരളം ഒന്നാകെ നിൽക്കുന്നു. രാജ്യത്തിന്റെ വലിയ പിന്തുണ അവർക്കുണ്ട്. ഇനിയുള്ള പുനരധിവാസ പ്രവർത്തനങ്ങളടക്കം അത് ഉണ്ടാകും. ഈ സർക്കാരുകൾക്കപ്പുറത്തേക്ക് സാധാരണക്കാരായ മനുഷ്യർ, ഈ സാമ്പത്തികമായൊക്കെ സഹായിക്കാൻ കഴിയുന്ന നിലയിലുള്ള വലിയ വ്യവസായികൾ, അങ്ങനെയുള്ള ആളുകളൊക്കെ ആ രീതി സഹായിക്കുന്നുണ്ട്. സാധാരണക്കാർ പോലും വലിയ സാമ്പത്തിക ചെലവ് സർക്കാരിനുണ്ടാകുമെന്ന് അറിഞ്ഞുകൊണ്ട് മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിലടക്കം വലിയ സംഭാവനകൾ ഈ ഘട്ടത്തിൽ നൽകി തുടങ്ങിയിട്ടുണ്ട്. വലിയൊരു ദീർഘകാലം നീണ്ട ഒരു പുനരധിവാസ പ്രക്രിയ തന്നെ ഇവിടെ വേണ്ടിവരുമെന്ന് ഉറപ്പാണ്. ഈ നാട്ടിലിനി ജീവിക്കാൻ കഴിയില്ല എന്ന യാഥാർത്ഥ്യത്തിലേക്ക് നാട്ടുകാർ എത്തിച്ചേരണം. അവർ ആ യാഥാർത്ഥ്യം തിരിച്ചറിയണം. ഈ ഏത് നിമിഷവും അപകടമുണ്ടാകാൻ പാകത്തിലുള്ള ഒരു മേഖലയാണ്. അത്തരം നിരവധി പ്രദേശങ്ങൾ സംസ്ഥാനത്തുണ്ട്. അവിടങ്ങളിൽ നിന്നൊക്കെ ആളുകളെ മാറ്റിപ്പാർപ്പിക്കാൻ കാലങ്ങളായി സർക്കാർ ശ്രമം നടത്തുന്നതുമാണ്. അത് പൂർണ്ണ വിജയത്തിലേക്ക് ഇതുവരെയും എത്തിയിട്ടെങ്കിൽ പോലും പക്ഷേ ഇവിടെ ഇനി താമസിക്കാൻ കഴിയില്ല. അവർക്ക് താമസയോഗ്യമായ മറ്റൊരു സ്ഥലം കണ്ടെത്തണം. അവിടെ അവർക്ക് ജീവിക്കാൻ കഴിയുന്ന ചുറ്റുപാടുകൾ ഉണ്ടാക്കണം. അവിടെ അവർക്ക് താമസിക്കാനുള്ള വീടുകൾ നിർമ്മിക്കണം. മറ്റ് സംവിധാനങ്ങൾ, അതിന്റെ ആ ഒരു പട്ടണം തന്നെ നിർമ്മിച്ചെടുക്കേണ്ട 1-2 പട്ടണങ്ങൾ തന്നെ നിർമ്മിച്ചെടുക്കേണ്ട വലിയ ഒരു സാഹചര്യമാണ് ഇവിടെ ഉള്ളത്. അത്രയധികം പ്രശ്നമാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഈ ചൂരൽമലയിലാകട്ടെ മുണ്ടക്കയിലാകട്ടെ പൂർണ്ണമായും ആ ഒരു പ്രദേശം തന്നെ ഇല്ലാതാകുന്ന അവസ്ഥ. ആ പ്രദേശങ്ങൾ, ഈ ചൂരൽമല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കേന്ദ്രമാകുന്നത് ഇവിടെ മുണ്ടക്കയും അതുപോലെ തന്നെ അട്ടമലയിലെയും ഒക്കെ, ചൂരൽപ്പാറയിലെയും മുണ്ടക്കയിലെയും അട്ടമലയിലെയും ഒക്കെ നാട്ടുകാരുടെ പ്രധാന
ഒരു ടൗൺ എന്ന് പറയാവുന്ന പ്രദേശമാണിത്. ഇവിടെയാണ് എല്ലാ കാര്യങ്ങൾക്കും എത്തിയതും. ഇവിടെ സ്കൂളുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളടക്കം ഇവിടെയുണ്ട്, മറ്റ് സംവിധാനങ്ങൾ എല്ലാം ഇവിടെയുണ്ട്. ആ ഒരു പ്രദേശമാണ് പ്രധാനമായും ഈ വിധത്തിൽ ഒലിച്ചുപോയത്. അത് ഈ ചൂരൽമലക്കാരെ മാത്രമല്ല ബാധിക്കാൻ പോകുന്നത്, അട്ടമല ഭാഗത്തുള്ളവരെയും അതുപോലെ തന്നെ മുണ്ടക്കയിലുള്ളവരെയും ഒക്കെ, പുഞ്ചിരി മുറ്റത്തുള്ളവരെയും ഒക്കെ ആ രീതിയിൽ ഈ ദുരന്തം ബാധിക്കും. അവർക്കെല്ലാം വേണ്ടി ഈ പ്രദേശത്തെ ഈ ചൂരൽമല എന്ന ഈ ഗ്രാമത്തെ, ഈ പട്ടണത്തെ വികസിപ്പിച്ചെടുക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് സർക്കാരിന് മുന്നിലുള്ളത്. അത് ഒരുപക്ഷെ വർഷങ്ങൾ നീണ്ടുപോകുന്ന ഒരു പ്രക്രിയയായി മാറിയേക്കാം. എങ്കിലും അതിനുള്ള ശ്രമങ്ങൾ ഈ രക്ഷാദൌത്യത്തിന്റെ അവസാനത്തോടുകൂടി തന്നെ സർക്കാർ ആരംഭിക്കും എന്ന് തന്നെ കരുതണം. അതിനുള്ള മറ്റ് വിപുലമായ നടപടികളിലേക്ക് സർക്കാർ പോകുമെന്നും കരുതണം. അതാണ് സാഹചര്യം. അരുൺ,